പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിനെ ഡിവൈഎഫ്ഐ ഉപരോധിച്ചു. താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഉപരോധ ചടങ്ങ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് രഹിനേച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ രോഗികൾ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട ആശുപത്രികളിലൊന്നാണ് പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി. പ്രതിദിനം 1000-ഓളം രോഗികൾ ചികിത്സയ്ക്കായി എത്തുന്ന പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ജൂനിയർ കൺസൾട്ടന്റ് പോസ്റ്റും ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥിതിയാണ്. സർജന്റെ അഭാവം ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 1 മുതൽ സർജൻ സ്ഥലം മാറിപ്പോയതിനെ തുടർന്ന് ഇതുവരെ സർജനെ നിയമിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് സ്വകാര്യ ആശുപത്രികളിൽ വലിയ തുക മുടക്കി സർജറി ചെയ്യാനും ചികിത്സ തേടാനും സാധിക്കാതെ വരുന്ന നിരവധിയായ രോഗികളെ പെരുവഴിയിലാക്കുന്ന ഈ സർക്കാർ നിലപാടിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ ആഗസ്റ്റ് 10 ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും തിരുവനന്തപുരം ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്കും മെയിൽ വഴി സന്ദേശം അയക്കുകയും പയ്യന്നൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് നേരിൽ കണ്ട് സൂപ്രണ്ട് ഡോക്ടർ ജ്യോതി PM നിവേദനം നൽകി ആവശ്യപ്പെട്ടിരുന്നു. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നടന്ന ഉപരോധ സമര പരിപാടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി CV രഹിനേജ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് C ഷിജിൻ, ജോയിന്റ് സെക്രട്ടറി K മനുരാജ്, മുഹമ്മദ് ഹാഷിം, വിദ്യ K എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ മെഡിക്കൽ ഓഫീസർ നൽകിയ ഉറപ്പ് നടപ്പിലാക്കുന്നില്ലെങ്കിൽ അതിശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി അറിയിച്ചു. തുടർന്ന് ആശുപത്രി സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിൽ കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിവേകുമായി ബന്ധപ്പെടുകയും സെപ്റ്റംബർ 15-നകം സർജനെ നിയമിക്കുകയോ ജോലി ക്രമീകരണം നടത്തുകയോ ചെയ്യുമെന്നും ഉറപ്പ് നൽകി.